Hello, good morning. Welcome to my channel. സോ ഇതിപ്പോൾ ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. ജനറൽ റീഡിങ്സ് ആണ്, ജെൻഡർലെസ് റീഡിങ്സ് ആണ്. ആർക്ക് വേണമെങ്കിലും കാണാം. നിങ്ങളുടെ ജീവിതവുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം സ്വീകരിക്കുക, ഇല്ലെങ്കിൽ വിട്ടുകളയുക. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് എനർജി സ്റ്റാറ്റസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ മാസ്കാണ് കിട്ടിയിരിക്കുന്നത്. മാസ്ക് എന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു സിഗ്നിഫിക്കൻ്റ് അതർ പേഴ്സൺ ഒരു മാസ്ക് ഇട്ട് നിൽക്കുകയാണ്. ഹി ഓർ ഷീ ഈസ് നോട്ട് ഷോയിങ് ദ ട്രൂ ഫീലിങ്സ്. ഓക്കെ, കറക്റ്റായിട്ടുള്ള ഫീലിങ്സ് എന്താണെന്ന് പറയാതെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു എനർജിയാണ് ഇപ്പോഴുള്ളത്. സംതിങ് റിലേറ്റഡ് ടു ഗ്യാസ് ലൈറ്റിംഗ് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, പേഴ്സണലി ഹി ഓർ ഷീ ഈസ് ഹൈഡിങ്. നിങ്ങളെ കാണുമ്പോൾ ഒരു മാസ്ക് ഇട്ടൊരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് സെൽഫ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞിട്ടൊരു കാർഡാണ്. അത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഹി ഓർ ഷീ ഈസ് ഫോക്കസിങ് ഓൺ ഹിംസെൽഫ് ഓർ ഹെർ സെൽഫ്. അവരിലോട്ട് തന്നെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് ടൈം എടുക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഹീലാവാൻ. കുറച്ച് ഷാഡോ വർക്ക്സൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം ശരിയാണ് എന്നുള്ള രീതിയിൽ ചില സെൽഫ് അപ്രീസിയേഷൻ പ്രോസസ്സിലൂടെയെല്ലാം കടന്നു പോകുന്നുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് ഒരു അബണ്ടൻസ് ആൻഡ് ലവ് കാളാണ്. അബണ്ടൻസ് എന്ന് വെച്ചാൽ നിങ്ങളെപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യുക. എപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് എല്ലാ കാര്യത്തിലും കീപ്പ് ചെയ്യുക. മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നവർ എക്സാക്ട്ലി എന്താണ് വേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുക. എനിക്ക് എന്തെങ്കിലുമൊക്കെ തരണേ എന്നുള്ള രീതിയിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യരുത്. ഓക്കെ, വെൻ യു മാനിഫെസ്റ്റ് ഡു ഇറ്റ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ബ്ലെസ്. ഓക്കെ, അവസാനത്തെ കാർഡ് ലവ് കാളാണ്. ലവ് കാൾ എന്ന് വെച്ചാൽ നിങ്ങളോട് ആരോ വന്നിട്ട് നിങ്ങളോട് പ്രണയം പറയാനുള്ളൊരു സാധ്യത കാണുന്നു. മെസ്സേജ് വരാനുള്ള സാധ്യത കാണുന്നു. നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ആൻഡ് ലെറ്റിങ് യു നോ, ഞാൻ നിങ്ങളെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം നിങ്ങളോട് പറയണമെന്നും അവർ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഒറാക്കിളിൻ്റെ എനർജി. ടാരോട്ടിൻ്റെ എനർജി നോക്കിയപ്പോൾ ആദ്യം കിട്ടിയത് 9 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. തൊട്ടടുത്ത് തന്നെ 9 ഓഫ് സോഡ്സിൻ്റെ എനർജിയും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 9 ഓഫ് വാൻഡ്സ് എന്ന് വെച്ചാൽ നിങ്ങളേതോ ഒരു കാര്യം ചെയ്തിട്ട് അതിൻ്റെ ഒരു മിഡിലായി. ഓക്കെ, നിങ്ങളുടെ എനർജി എല്ലാം നിങ്ങൾ ഡ്രെയിൻഡ് ആയിട്ടുള്ളൊരവസ്ഥയാണ്. ഇനി മുന്നോട്ട് പോകാൻ കുറച്ച് പോലും നിങ്ങളുടെ കയ്യിൽ എനർജി ഇല്ലാത്തൊരവസ്ഥ. ഓക്കെ, അപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു സ്ഥലത്ത് വന്നിട്ട് അങ്ങ് സ്റ്റക്കായി നിൽക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല. അപ്പോൾ ഒരു കാര്യം മാത്രം, പണ്ടത്തെ എന്തോ ഒരു കാര്യം മാത്രം ആലോചിച്ച് അവിടെ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുന്നൊരു ഒരവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പക്ഷെ കുറച്ചും കൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ ചെയ്തുകൊണ്ടിരുന്ന കാര്യം സക്സസ്ഫുൾ ആവുമായിരുന്നു. പക്ഷേ എന്തോ റീസൺസ് കൊണ്ട് സ്റ്റക്കായി അവിടെ തന്നെ നിൽക്കുന്നൊരവസ്ഥ. 9 ഓഫ് വാൻഡ്സ് മൂൺ എനർജിയാണ്. സജിറ്റേറിയസ് ആണ് ഇവിടുത്തെ സോഡിയാക് സൈൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ അടുത്ത് 9 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. 9 ഓഫ് സോഡ്സ് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഡൗൺ എനർജിയാണ് ആൾക്ക്. ഓക്കെ, നിങ്ങളാരെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്, ആൾക്ക് ഭയങ്കരമായിട്ടൊരു ഡൗൺ എനർജി, ഡൗൺ ആയിട്ടിരിക്കുകയാണ്, ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ്. രാത്രിയൊന്നും ഉറക്കമില്ല. അപ്പോൾ ഈ കാർഡ് വരുമ്പോൾ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു ഫിയർ ഉണ്ടല്ലോ, അത് പേടി, ആൻസൈറ്റി, അതിൻ്റെ ആ ലെവലെന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആണ്. അതുകൊണ്ടാണ് രാത്രി ഉറക്കമില്ലായ്മ, ഇതുപോലത്തെ ഒരു വേഴ്സ് കണ്ടീഷൻ ആ ഒരു രീതിയിലോട്ട് പോകുന്നത്. ഓക്കെ, ഇവിടെ ജെമിനിയാണ് ഇവിടുത്തെ സോഡിയാക് സൈൻ. വറി, ആൻസൈറ്റി, ഡിപ്രഷൻ, നൈറ്റ്മേഴ്സ്, രാത്രിയൊക്കെ ചീത്ത സ്വപ്നങ്ങളൊക്കെ കണ്ട് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലൊക്കെ കടന്നു പോകുന്ന ഒരാളിനെയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, മൂന്നാമത് വന്നിരിക്കുന്നത് പേജ് ഓഫ് കപ്സ് ആണ്.
പേജ് ഓഫ് കപ്സ് എന്ന് വെച്ചാൽ പുതിയ ഒരു ഐഡിയ, ഒരു പുതിയൊരു പ്രണയം, പുതിയൊരു ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ആൾക്ക് വരുന്നുണ്ട്. ഓക്കെ, ഒരു ഇമാജിനേറ്റീവ്, ക്രിയേറ്റീവായിട്ട് ഹോപ്പ്ഫുള്ളായിട്ടുള്ള ചില പ്രണയം, ചില ഐഡിയാസ്, ചില അവസരങ്ങളെല്ലാം വരുന്നുണ്ട് ആൾക്ക്. ഇപ്പോൾ ഇവിടുത്തെ സോഡിയാക് സൈൻസ് എന്ന് പറയുന്നത് ക്യാൻസർ, സ്കോർപ്പിയോ ആൻഡ് പൈസസ് ആണ്. പുതിയ ഇമോഷൻസ് എല്ലാം ആളിൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ തൊട്ടടുത്ത് വന്നിരിക്കുന്ന കാർഡ് 8 ഓഫ് കപ്സിൻ്റെയാണ്. 8 ഓഫ് കപ്സ് എന്ന് വെച്ചാൽ എന്തൊക്കെ ഇമോഷൻസ് വന്നാലും പണ്ട് വന്ന ആ ഒരു അൺഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനെ ഓർമ്മിച്ചുകൊണ്ട് പുള്ളി ഒന്നും സ്വീകരിക്കാതെ തിരിഞ്ഞ് നടക്കുന്നൊരവസ്ഥയാണ്. ഓക്കെ, അപ്പം ഈ പുതിയ ബന്ധങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് പുള്ളിയുടെ ജീവിതത്തിലുണ്ട്, പുള്ളിക്കാരത്തിയുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ പണ്ട് കിട്ടിയ ചില അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അവരൊന്നും സ്വീകരിക്കുന്നില്ല. കപ്സ് എല്ലാം ഉപേക്ഷിച്ചിട്ട് തിരിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഓക്കെ, ഷീ ഓർ ഹീ ഈസ് വെരി മച്ച് ഡിസപ്പോയിൻറ്റഡ്. ഉപേക്ഷിക്കപ്പെട്ടതുപോലുള്ള ഒരു അവസ്ഥയിലാണ്. ട്രാവൽ സിംറ്റംസ് കാണിക്കുന്നുണ്ട്. എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുന്നൊരവസ്ഥയാണിപ്പോൾ ആളിൻ്റെത്. ഓക്കെ, അടുത്തതെന്ന് വെച്ചാൽ പേജ് ഓഫ് പെൻഡക്കിൾസ് ആണ്. പേജ് ഓഫ് പെൻഡക്കിൾസ് എന്ന് വെച്ചാൽ ചില ഗുഡ് ന്യൂസസൊക്കെ വരും റിലേറ്റഡ് ടു എർത്ത്ലി മാറ്റേഴ്സ് എന്ന് പറയും. അതായത് മണി, കുറച്ച് കാശ് കിട്ടാനുള്ള ഒരു വകുപ്പുണ്ട്. ബിസിനസ് നല്ലതായിട്ട് പോവും. ചില പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ഓപ്ഷൻസ് കാണുന്നുണ്ട്. കരിയർ ഗ്രോത്ത് ഉണ്ട്. പ്രോപ്പർട്ടി, ഹെൽത്ത്, ഇവയിലൊക്കെ പുതിയ നല്ല കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലോട്ട് വരാനുള്ള ചാൻസസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് നിങ്ങളുടെ എനർജി നോക്കാം. നിങ്ങളുടെ എനർജി എന്ന് പറയുമ്പോൾ 9 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. നിങ്ങൾക്ക് ചില വിഷസൊക്കെ ഫുൾഫിൽമെൻറ്റ് കിട്ടുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ചില ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്ന ഒരു സമയമാണിത്. ഓക്കെ, നിങ്ങളുടെ ഹാർഡ് ടൈംസ് എല്ലാം മാറി. ഓക്കെ, ഇപ്പോൾ ഒരു ചെറിയ ഹാപ്പിനെസ്സിൻ്റെ സമയമാണ്, ജോയ്ഫുള്ളിൻ്റെ സമയമാണ്. ഓക്കെ, 9 ഓഫ് കപ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു വിഷ് കാർഡ് എന്നാണ്. ആഗ്രഹം, നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ സഫലമായി അല്ലെങ്കിൽ സഫലമാക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്ന ഒരു കാർഡാണ് 9 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. പൈസസ് ആണ് ഇവിടുത്തെ സോഡിയാക് സൈൻ. പിന്നെ ഒരു സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട്. സ്ട്രെങ്ത് കാർഡ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പേടികളുണ്ടെങ്കിൽ, ആൻസൈറ്റികളുണ്ടെങ്കിൽ, മാസ്റ്റർ യുവർ ഫിയേഴ്സ് ആൻഡ് ആൻസൈറ്റീസ് എന്നാണ് പറയുന്നത്. എപ്പോഴും കറേജസ് ആയിട്ടിരിക്കുക, നല്ല ഡെയറിങ് ആയിട്ടിരിക്കുക. നിങ്ങൾക്കൊരുപാട് സ്കിൽസ് ഉണ്ട്. ആ സ്കിൽസ് ഉപയോഗിച്ചിട്ട് സക്സസ്ഫുൾ ആവാൻ നോക്കുക. ഓക്കെ, നിങ്ങളുടെ ഇന്നർ വറീസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം ഫോക്കസ് ചെയ്തതിന് ശേഷം എന്തുകൊണ്ടാണ് ആ ഇന്നർ വറീസ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനെ മാറ്റാൻ ശ്രമിക്കുക. എല്ലാത്തിനും ഉപരിയായിട്ട് ബിലീവ് ഇൻ യുവർ സെൽഫ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതിനുശേഷം വന്നിരിക്കുന്ന കാർഡ്സ്, ഒന്നാമത്തത് ഹെർമിറ്റിൻ്റെ കാർഡാണ്. ഇറ്റ്സ് എ ടൈം ടു സെൽഫ് സെർച്ചിങ് എന്ന് പറയും. നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കുക, ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും അനാലിസിസ് ചെയ്യുക. അനാലിസിസ് ചെയ്തതിന് ശേഷം ഡെയിലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു കുറച്ച് സമയം, ഒരു 10 മിനിറ്റ് പോട്ടെ, 20 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ലൈഫിൽ മാറ്റിവെക്കുക. ഡെയിലി മാറ്റിവെക്കുക. അത് നിങ്ങൾക്ക് നല്ലൊരു എനർജി ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, അതിനുശേഷം വന്നിരിക്കുന്നത് ജഡ്ജ്മെൻറ്റ് കാർഡാണ്. ജഡ്ജ്മെൻറ്റ് കാർഡെന്ന് വെച്ചാൽ യു ഹാവ് ടു കാംലി ഇവാലുവേറ്റ് യുവർ സെൽഫ്. ഓക്കെ, നിങ്ങളുടെ ചോയ്സസിന് ഇവാലുവേറ്റ് ചെയ്യുക. ഇവാലുവേഷൻ ചെയ്തതിന് ശേഷം പല കാര്യങ്ങളിലും നിങ്ങൾക്കൊരു പോസിറ്റീവ് ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ ജീവിതത്തിനെ തന്നെ നിങ്ങൾ ഒന്ന് ഇവാലുവേഷൻ ചെയ്യുക. ഓക്കെ, ലാസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് 6 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. 6 ഓഫ് സോഡ്സിൻ്റെ എനർജി പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഉള്ള ഹാർഡ്ഷിപ്സ് എല്ലാം ഓവർകം ചെയ്യണമെന്ന് നിങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് സ്വയം ഹീലാവണമെന്നുള്ളൊരാഗ്രഹമുണ്ട്. ഓക്കെ, ഒരു റിലീഫ് ആഗ്രഹിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ പ്രോബ്ലംസ് എല്ലാം സെറ്റിൽ ഡൗൺ ആവണം എന്ന് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്.
സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു എസ്കേപ്പിംഗ് മനോഭാവം ചിലർക്ക് ഇവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ ഉള്ള ഒരു സിറ്റുവേഷനിൽ നിന്നും എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിന്നാലോ എന്നുള്ളൊരു ചിന്ത, അതാണ് ഇവിടെ മെയിനായിട്ട് കാണുന്നത്. എസ്കേപ്പിംഗ്, റണ്ണിങ് എവേ, ജേണീസ്, ഒരു യാത്ര പോകണം. ചിലർ ഓവർസീസ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്, ചിലർ ഒരു ഹോളിഡേ പ്ലാൻ ചെയ്യുന്നുണ്ട് ഫാമിലിയുമായിട്ട്. അപ്പോൾ അതൊക്കെയാണ് 6 ഓഫ് സോർട്സിൽ വരുന്നത്. ഓക്കെ, ട്രാൻസിഷൻ, പ്രോഗ്രസ്, മൂവിങ് ഫോർവേഡ്, ട്രാവൽ, ഓവർസീസ്, ഇതൊക്കെയാണ് ഈ കാർഡിൻ്റെ എനർജി. എക്വേറിയസ് ആണ് ഇവിടുത്തെ സോഡിയാക് സൈൻ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിംഗ്. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് വളരെ നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ബൈ.